ഒരു 4 ദിവസം കളങ്കാവൽ കയറി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഹൗസ്ഫുൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം കോഴിക്കോടായാലും ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും ചെന്നൈയിലായാലും നല്ല ആൾക്കാർ കയറുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് നമ്മളതായിരിക്കും. നമ്മള് പൊളിച്ചടുക്കിയിരിക്കും, അത് ഉറപ്പാണ്. പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും 100% വിശ്വാസമുണ്ട്. നമ്മളെ ഡയറക്ടർ മേൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ ഇവൻ കലങ്കവൽ ഉണ്ടായിട്ടും പക്ഷെ ഇന്നലെ തൊട്ട് നമുക്ക് ഫുട്ബോൾ വന്നു. ഇന്ന് പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലത്തും ഫുൾ ഹൗസ്ഫുള്ളായിട്ട് വെരി ഹാപ്പി. അപ്പം അത് നാളെ തൊട്ട് ഒക്കെ ആയിട്ട് ഇനി മുമ്പോട്ട് ഇതിനായിട്ട് ഡബിൾ മുമ്പോട്ടായിട്ട് നിങ്ങൾക്ക് സൗണ്ട് ഇച്ചിരി ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ തിയേറ്ററിലെ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ പ്ലീസ് പോയി പറയുക, ഒന്ന് ശബ്ദം ഇച്ചിരി കൂട്ടുക. അബൌട്ട് 6.5 ലെവലിലായിരിക്കണം ഇടേണ്ടത് ഏത് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണെങ്കിലും. ബിക്കോസ് നമ്മുടെ ഡയറക്ടറും പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് ടീമും അങ്ങനെയാണ് ഈ പടം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫുള്ള് പടം നാടൻ തന്നെയാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ല, വെസ്റ്റേൺ എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ ഒരു റോ ഫൈറ്റ് ആണ്. ബിക്കോസ് ഒരു വില്ലേജ് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികളുണ്ടല്ലോ. സോ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ 2 ടൈം വാച്ചിങ് പറയാ, 1 ടൈം വാച്ചിങ്ങിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. സ്ക്രീനുകൾ കൊടുക്കും, അതാണ് ഏറ്റവും വലിയ സന്തോഷം. റെയിൽവേഡ് റിലീസ് ചെയ്താൽ 1,200 ദിവസം അപ്പം സാർ, അപ്പൊ പൊങ്കാല ഇപ്പം തിയേറ്ററിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അപ്പൊ പ്രേക്ഷകർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചാണ് നമുക്ക് തോന്നുന്നത്. അപ്പം കളങ്കാവലുമായിട്ടുള്ള ഒരു ക്ലാഷ് വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് വരുന്നത്? നമ്മൾ ആക്ച്വലി ശ്രീനാഥ് ബാസിന്റെ പടം വേറൊരു ലെവൽ പടമാണ്. ഇതുവരെ വന്നതിൽ ഏറ്റവും മികച്ച ഒരു ആക്ഷൻ സാധനമാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. അപ്പൊ നമുക്കറിയാം കളങ്കാവലുമായിട്ട് നമുക്കിത് കയറി പോകുന്നുള്ള നമുക്ക് ധൈര്യമായിട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ കളങ്കാവിന്റെ കൂട്ടത്തിൽ ഇറക്കിയത്. മനസ്സിലാകുന്നില്ല. അപ്പൊ എന്തായാലും നമ്മളെ പടം സക്സസ് ആയിരിക്കും, അത് നമുക്ക് 100% ഉറപ്പാണ്. ഒരു 4 ദിവസം കളങ്കാവിൽ കയറി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഹൗസ്ഫുൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം കോഴിക്കോടായാലും ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും ചെന്നൈയിലായാലും നല്ല ആൾക്കാർ കയറുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് നമ്മളതായിരിക്കും. നമ്മള് പൊളിച്ചടുക്കിയിരിക്കും, അത് ഉറപ്പാണ്. പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും 100% വിശ്വാസമുണ്ട്. നമ്മളെ ഡയറക്ടർ മേൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെ നമ്മൾ ബാസിയായിട്ടൊക്കെ ഒരു കൊളാബറേഷൻ വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ബാസിയായിട്ടുള്ള കൊളാബറേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫോറൻ മാളിൽ ഹൗസ്ഫുള്ളാണ്, ആറ്റിങ്ങ ഡ്രീംസിൽ ഹൗസ്ഫുള്ളാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മള് ആറ്റിങ്ങ SRല് നമുക്ക് പിന്നെ യെല്ലോ അടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ നല്ല ഹൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ നമ്മളെ പടത്തിനെ പറ്റി നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം അടിച്ചു പൊളിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ആക്ച്വലി നമ്മളെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. പടം നല്ല റിവ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ കടമച്ചാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പോസിറ്റീവ് ആണ് കൂടുതലും. നെഗറ്റീവ് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ അടിച്ച് താക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവ്സ് ആയിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മളെ പടം OTT ബിസിനസ്സും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഓക്കെ, നാളെ മുതൽ തിയേറ്റർ നമുക്ക് കൂടുന്നുണ്ട്. 100 എന്നുള്ള 125 തിയേറ്റർ ആവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താണ് അഭിപ്രായം? പൊങ്കാല സ്ക്രീനിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മറ്റേ കലങ്കാവലിന്റെ കൂടെ വന്നപ്പോൾ അന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇന്നലെ തൊട്ട് നമുക്ക് ഓഡിയൻസ് കയറാൻ നോക്കിയപ്പോൾ ഒരു പോസിറ്റീവ്, അത് ഇനി കണ്ടിന്യൂ. ബിക്കോസ് ആ സിനിമ നമ്മുടെ പൊങ്കാല സിനിമയ്ക്ക് ഒരു പോസിറ്റീവ്. നമ്മളെ പടത്തിന്റെ പേര് പൊങ്കാലയാണ്, മനസ്സിലായില്ലേ? അപ്പം എന്തായാലും നമ്മൾ പൊങ്കാല ഇട്ട് തന്നെ കയറി പോകും, ഒരു ടെൻഷനും ഇല്ല. പിന്നെ നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. നമ്മളെ ക്രൂ ആയാലും നമ്മുടെ ഡയറക്ടർ ആയാലും നമ്മളെ കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ നമുക്ക് സപ്പോർട്ടാണ്. ഇവൻ കലങ്കവൽ ഉണ്ടായിട്ടും പക്ഷെ ഇന്നലെ തൊട്ട് നമുക്ക് ഫുട്ബോൾ വന്നു. ഇന്ന് പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലത്തും ഫുൾ ഹൗസ്ഫുള്ളായിട്ട് വെരി ഹാപ്പി. അപ്പം അത് നാളെ തൊട്ട് ഒക്കെ ആയിട്ട് ഇനി മുമ്പോട്ട് ഇതിനായിട്ട് ഡബിൾ മുമ്പോട്ടായിട്ട് സിനിമ ഇതിനകത്തൊരു വേഷം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തു. സോ ഇറ്റ് വാസ് ഗുഡ്. തിയേറ്റർ അടിപൊളിയായിരുന്നു. ആൻഡ് ശബ്ദം എനിക്കൊന്ന് വോയിസ് ഓവർ ഒക്കെ ഇച്ചിരി ബിഗിനിങ്ങിൽ ഒന്ന് പ്രശ്നമായിരുന്നു. ബിക്കോസ് നമ്മുടെ ഫിലിം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബാസ് ഓറിയന്റഡ് ഫിലിമാണ്. അപ്പം പ്രേക്ഷകര് എവിടെ പോയി പടം കണ്ടാലും നിങ്ങൾക്ക് സൗണ്ട് ഇച്ചിരി ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ തിയേറ്ററിലെ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ പ്ലീസ് പോയി പറയുക, ഒന്ന് ശബ്ദം ഇച്ചിരി കൂട്ടുക. അബൌട്ട് 6.5 ലെവലിലായിരിക്കണം ഇടേണ്ടത് ഏത് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണെങ്കിലും. ബിക്കോസ് നമ്മുടെ ഡയറക്ടറും പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് ടീമും അങ്ങനെയാണ് ഈ പടം ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഓഡിയൻസും അങ്ങനെ തന്നെ ഈ ഫിലിം കാണും, അല്ലെങ്കിൽ കാര്യമില്ലാതെ. പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞു നാടൻ തല്ലും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉള്ള ഒരു സിനിമയാണെന്ന്. ഫുള്ള് പടം നാടൻ തല്ലാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ല, വെസ്റ്റേൺ എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ ഒരു റോ ഫൈറ്റ് ആണ്. ബിക്കോസ് ഒരു
ഒരു വില്ലേജ് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികളുണ്ടല്ലോ. സോ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ 2 ടൈം വാച്ചിങ് പറയില്ല, 1 ടൈം വാച്ചിങ്ങിലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞത്. തിയേറ്ററിൽ പോയിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല ഈ ഓഡിയൻസിന് ശരിക്കും ഇതില് സബ്റ്റിലായിട്ട് നമ്മൾ ഹ്യൂമർ ഓർക്കുന്നുണ്ട്, അതൊക്കെ ശരിക്കും ഈ ഓഡിയൻസിന് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫീൽ. നമ്മളെ എനിക്ക് തോന്നുന്നൊരു പടം തുടങ്ങി ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ തിയേറ്ററിൽ കയറിയത്. സോ എല്ലാ കോമഡി പാർട്സും എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഞാനിപ്പോ ഓൾമോസ്റ്റ് 7 to 8 ടൈംസ് ആയി. സോ താങ്ക് യു. അതിലേട്ടാ അപ്പൊ പൊങ്കാല ഇപ്പൊ സ്ക്രീനുകളിലേക്ക് എത്തിയിരിക്കണം, പ്രേക്ഷകർ ഇരും കൈ നീട്ടി സ്വീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തില് പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. ആദ്യത്തെ 1-2 ദിവസം കളങ്കാവലുണ്ടായതൊന്നും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കളങ്കാവലുണ്ടായതൊന്നും മാത്രമല്ല, എനിക്കറിയില്ലായിരുന്നു പടമൊന്ന് നിന്നു. പക്ഷെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കേട്ട് ബുക്ക് ചെയ്ത് കയറി വന്നു. വളരെ സന്തോഷം. പ്രൊഡ്യൂസർമാര് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് സംസാരിച്ചു തിയേറ്ററുകൾ കയറ്റാൻ വേണ്ടി തിയേറ്ററുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, സ്ക്രീനുകൾ കയറി. വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം സന്തോഷം. ഇപ്പത്തെ ഇവിടെ ഉണ്ട് സെൻട്രൽ സ്കൂൾ മാളിൽ ഞങ്ങൾ വരാൻ കാരണം ഹൗസ്ഫുൾ ആയിരുന്നു. വളരെയധികം സന്തോഷം. നമ്മൾ ചെയ്തൊരു വർക്ക് ജനങ്ങള് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര. ജനങ്ങൾ മൊത്തം നമ്മുടെ പടം കണ്ട വളരെ സന്തോഷം. സ്ക്രീനുകൾ കൂടുന്നു, അതാണ് ഏറ്റവും വലിയ സന്തോഷം. വേൾഡ് റിലീസ് ചെയ്താൽ 1-2 ദിവസം മുമ്പ് വീണ്ടും